സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് പരമഭക്തനായ പൂന്താനം നമ്പൂതിരിയുടെ കഥ ഒന്ന് നോക്കിയാലോ. ഇന്ന് പൂന്താനത്തിൻ്റെ കൂടെ നടക്കാമെന്ന് വിചാരിക്കുന്നു. പൂന്താനത്ത് നമ്പൂതിരി വേദാർഹനല്ലാതൊരു ബ്രാഹ്മണനായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. വേദത്തിന് അധികാരിയല്ല അദ്ദേഹം. അങ്ങനെ ബ്രാഹ്മണരിലും നമ്മുടെ സാധാരണക്കാരിലുണ്ടല്ലോ 2-3 വിഭാഗം, അങ്ങനെയാണ് ഇദ്ദേഹം അതിൽപ്പെട്ടതല്ല എന്നാണ് പറയുന്നത്. ബാല്യകാലത്ത് കുറച്ച് ഏതാണ്ടൊക്കെ പഠിച്ചിരുന്നു എന്നല്ലാതെ അദ്ദേഹം ഒരു വിദ്വാനായേ അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാം ബ്രിട്ടീഷും സീമയിൽ അങ്ങാടിപ്പുറന്ന ദിക്കിലായിരുന്നു. അതിലൂടെ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ ആ ക്ഷേത്രവും അദ്ദേഹം നമസ്കരിച്ച സ്ഥലമൊക്കെ എന്തിനാണ് ഈ വിദ്വാനല്ലായിട്ട് എന്നാ വേണ്ടത്? ഒന്നുമല്ലെങ്കിലും ഭഗവാന് വേണ്ടത് പരമഭക്തിയല്ലേ. അദ്ദേഹം നമസ്കരിച്ച സ്ഥലത്ത് വരെ അടയാളിട്ട് വെച്ചിട്ടുണ്ട്. അതിലൂടെ ആരും ചവിട്ടി പോവാതിരിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പൂന്താനത്ത് നമ്പൂതിരി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ഒരേ സമയത്താണ് ജീവിച്ചിരുന്നതെന്ന് വേണം കരുതാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഭട്ടതിരിയുടെ നാരായണി ഉണ്ടാക്കി കറ തീർന്നത് അതിലെ ആരോഗ്യ സൗഖ്യം എന്നുള്ള കലിസംഖ്യ കൊണ്ട് കൊല്ലവർഷം 762 ആണ്ട് വൃശ്ചിക മാസം 28 ആണെന്ന് നിശ്ചയിക്കാമല്ലോ. ഇന്നും അത് നാരായണീയ ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ടല്ലോ നമ്മൾ. അതിനാൽ പൂന്താനത്ത് നമ്പൂതിരി ജീവിച്ചിരുന്നത് കൊല്ലം 8-ാം ദശാബ്ദത്തിലായിരുന്നു എന്ന് തീർച്ചപ്പെടുത്താവുന്നതാണ്. അത്ര അനുമാനിക്കാനേ പറ്റുള്ളൂ നമുക്ക്. പൂന്താനത്ത് നമ്പൂതിരി വളരെ ആഗ്രഹിച്ചിരുന്ന സീമന്തപുത്രനായിട്ട് ഒരു ഉണ്ണി ഉണ്ടായി. സീമന്തപുത്രൻ എന്ന് പറയുമ്പോൾ പിന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കണം. ആ ഉണ്ണിയുടെ അന്നപ്രാശനം അടിയന്തരം പ്രമാണിച്ച് സ്വജനങ്ങളുടെ ഇല്ലങ്ങളിലെല്ലാം ക്ഷണിച്ചിരുന്നു. മുഹൂർത്തം രാത്രിയിലായിരുന്നു. രാത്രിയിൽ അന്നപ്രാശം. ക്ഷണപ്രകാരം വന്നു ചേർന്ന അന്തർജനങ്ങൾ അവരുടെ വസ്ത്രഭാണ്ഡങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഉറക്കി കിടത്തിയിരുന്ന ഉണ്ണിയുടെ മീതെയാണ്. പണ്ട് ഈ വൈദ്യുതാലങ്കാരം, പിന്നെ ദീപങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു മണ്ണെണ്ണ വിളക്കോ മറ്റോ ഉണ്ടാവും, എവിടെയെങ്കിലും കത്തിച്ചോ, അല്ലെങ്കിൽ നിലവിളക്കോ. അപ്പോൾ കണ്ടില്ല, എല്ലാവരും അതിൻ്റെ മേലെ ഇട്ടു. തുണിയൊക്കെ ഉറങ്ങുന്ന ഉണ്ണിയുടെ ശരീരത്തിലിട്ടു. എന്നിട്ടോ ചോറൂണിന് സമയമാകുമ്പോൾ ഉണ്ണിയോട് അമ്മയോട് പറഞ്ഞു ഉണ്ണീനെ കുളിപ്പിച്ചിട്ട് എടുത്തു കൊണ്ടുപോകാന്ന് പറയുമ്പോൾ നോക്കുമ്പോഴത്തേക്കുണ്ട് വലിയ തുണിക്കെട്ട് മാത്രം, കുറേ തുണിക്കെട്ട്. സങ്കടം സഹിക്കാനാവുന്നതിനപ്പുറത്തല്ലേ. പിന്നെ ഈ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും ആരും കഴിക്കുകയും ചെയ്യില്ല. അപ്പോൾ പൊന്നുണ്ണി പോലത്തെ ഒരു ഉണ്ണി ഉണ്ടായത് പോവുകയും ചെയ്തു. ഇദ്ദേഹം ജനിപ്പിലേ വെച്ചാൽ അങ്ങനെ വേണം പറയാൻ. ഒരു വിഷ്ണുഭക്തനായിരുന്നു, സാധുവായിരുന്നു, പരമസാധു. ഉണ്ണി മരിച്ചതോടുകൂടി അല്ലാതൊരു വിരക്തി വന്നു അദ്ദേഹത്തിന്. അദ്ദേഹം തൻ്റെ പുത്രൻ മരിച്ചതിനുള്ള വ്യസനത്തോട് ഉണ്ടാക്കിയ കൃതിയാണ് പ്രസിദ്ധമായ ജ്ഞാനപ്പാന എന്ന് പറയപ്പെടുന്നു. അതിലോ അത്യന്തം ദുസ്സഹങ്ങളായ വ്യസനങ്ങൾ നേരിടുന്ന കാലങ്ങളെ അദ്ദേഹത്തിൻ്റെ നമുക്കായാലും ആ ജ്ഞാനപ്പാന വായിച്ചാലും മനസ്സിന് വളരെ സമാധാനമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇന്നും യാതൊരു സംശയവുമില്ല. ഇതെല്ലാവർക്കും അർത്ഥം മനസ്സിലാകത്തക്കവണ്ണം വളരെ ലളിതമായിട്ടും സരസമായിട്ടുമുള്ളൊരു കൃതിയാണല്ലോ. അത് തന്നെ പോരെ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നുള്ള ആ ഒരു 2 വരി തന്നെ മതി കണ്ണെന്ന് വെള്ളം വരാനും തൊണ്ടയിടറി പോവാനും. അങ്ങനെ അദ്ദേഹം കുളിയും ജപവും പ്രദക്ഷിണവും നമസ്കാരവും ഒക്കെ ഗുരുവായൂർ തന്നെ ആക്കി. അങ്ങനെ അവിടെ അങ്ങ് താമസിക്കുന്ന കാലത്ത് ഭജനത്തിനായി മേൽപ്പത്തൂർ ഭട്ടതിരിയും അവിടെ ചെന്ന് ചേർന്നു. ആ നാരായണ ഭട്ടതിരി വലിയ അഹങ്കാരിയാണ്. നാരായണീയം ഉണ്ടാക്കാനായി ആരംഭിച്ചപ്പോൾ പൂന്താനത്ത് നമ്പൂതിരി സന്താനഗോപാലം സന്താനകരമായിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് ആ കഥ ഒരു പാനയായിട്ടുണ്ടാക്കാനും തുടങ്ങി. അതിവിദ്വാനും വേദജ്ഞനുമായിരുന്നു കേട്ടോ ഭട്ടതിരി. അദ്ദേഹത്തിന് ഭാഷാകവിതയെക്കുറിച്ചും വേദഹീനനും വ്യുൽപ്പന്നനുമായ പൂന്താനത്ത് നമ്പൂതിരിയെ കുറിച്ചും അന്തരത്താൽ വളരെ പുച്ഛമുണ്ടായിരുന്നു. അങ്ങനെ പണ്ടത്തെ നമ്പൂതിരിമാർക്കൊക്കെ നമ്മൾ ഇന്നുണ്ട് ചില ആൾക്കാർ എന്നല്ലാതെ ഒരു അഹങ്കാരിയാണെന്ന് വേണം പറയാൻ. സാധുവായ നമ്പൂരി ആ സൂക്ഷ്മാവസ്ഥയൊന്നും അറിയില്ല. എന്നെ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നൊന്നും ഈ പാവത്തിന് അറിഞ്ഞുകൂടായിരുന്നു. ഒരു ദിവസം താൻ എഴുതിയുണ്ടാക്കിയ കുറെ വരികൾ എഴുതാനും ആയിരുന്ന സന്താനഗോപാലം പാന ഭട്ടതിരിയുടെ അടുക്കൽ കൊണ്ടുചെന്ന് പിഴ നോക്കി തിരുത്തി തരണേ,
എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഓ ഓ, ഭാഷാ കവിതയെ നോക്കാൻ എന്തിരിക്കുന്നു, അതിൽ അബദ്ധമല്ലാതെ വല്ലതും കാണുമോ? വിശേഷിച്ചും പൂന്താനത്തിന് വിഭക്തി ഉറച്ചിട്ടുമില്ല, അതിനാൽ അത് മുഴുവനും പിഴ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. പലരെങ്കൽക്ക് ഭട്ടതിരി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്പൂരി വ്യസനം സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞുപോയി പാവം. ആ സമയത്ത് ശ്രീകോവിലകത്ത് നിന്ന് ഭഗവാന്റെ അരുളപ്പാടുണ്ടായി എന്നാണ് പറയുന്നത്. പൂന്താനത്തിന് ഭട്ടതിരിയോളം വിഭക്തി ഉറച്ചിട്ടില്ലെങ്കിലും ഭട്ടതിരിയേക്കാൾ ഭക്തി ഉറച്ചിട്ടുണ്ട് അതുപോലെയെന്ന് ആര് പറഞ്ഞു? ആ പൊന്നുണ്ണി പറഞ്ഞു. ഇന്നൊരു അശരീരി വാക്കുണ്ടായിത്രേ. ഗുരുവായൂരപ്പൻ്റെ ഈ അരുളപ്പാട് കേട്ടപ്പോൾ ഭട്ടതിരിക്ക് വളരെ വ്യസനവും കൂടെ ലജ്ജയും പശ്ചാത്താപവും ഉണ്ടായെന്ന് പിന്നെ പറയണ്ടല്ലോ. ഉടനെ ഭട്ടതിരി നമ്പൂതിരിയെ അന്വേഷിച്ചപ്പോൾ നമ്പൂരി വ്യസനിച്ച് കരഞ്ഞുകൊണ്ട് അമ്പലത്തിനൊരു കോണിൽ പോയി കിടക്കുന്നതായി കണ്ടു. അവിടെ ചെന്ന് പറഞ്ഞു, ഹേ പൂന്താനം, ഞാൻ പറഞ്ഞത് കൊണ്ട് മുഷിഞ്ഞു വന്ന് കിടക്കുകയാണോ? ഞാൻ അപ്പോൾ ഒരു മനോരാജ്യം വിചാരിച്ചു കൊണ്ടിരുന്നതിനാൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊന്നുമല്ല, ഇവിടെ ഒരു കാര്യം പറയുന്നത്. പൂന്താനത്തിന്റെ കവിത വളരെ നല്ലതാണെന്ന് അങ്ങയുടെ ജ്ഞാനപ്പാന കൊണ്ട് തന്നെ സർവസമ്മതമായിട്ടുള്ളതല്ലേ. പിന്നെ ഞാനങ്ങനെ നേരം പോക്കായിട്ട് പറഞ്ഞതിന് ഇത്ര മനസ്താപപ്പെടാനുണ്ടോ? നോക്കട്ടെ, സന്താനഗോപാലൻ തീർന്നിടത്തോളം നോക്കട്ടെ, ഞാൻ നോക്കി തിരുത്താമല്ലോ വല്ലതും തെറ്റുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നമ്പൂരി സമാശ്വസിപ്പിച്ചു. അങ്ങനെ സന്താനഗോപാലൻ വാങ്ങി തീർന്നിടത്തോളം ഭാഗം മുഴുവനും നോക്കി അതിനെക്കുറിച്ചും വളരെ ശ്ലാഘിച്ച് പറഞ്ഞ് അങ്ങനെ നമ്പൂരിയെ സന്തോഷിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പൊ സന്താനഗോപാലത്തിൽ എന്താ, ശ്രീകൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന ഭാഗത്തെ വൈകുണ്ഠത്തെ ഏത് പ്രകാരമാണ് വർണ്ണിക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഇദ്ദേഹം പൂന്താനം ഒരു ദിവസം കടന്നുറങ്ങുകയായിരുന്നു. അപ്പൊ ഗുരുവായൂരപ്പൻ വൈകുണ്ഠത്തെ പൂന്താനത്തിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന് പ്രകാരമാണ് നമ്പൂരി വർണ്ണിച്ചിരിക്കുന്നതെന്ന് ഒരു കേൾവിയുണ്ട്. ഭട്ടതിരിയുടെ നാരായണീയം മുഴുവനും തീർന്ന ദിവസം തന്നെയാണ് പൂന്താനത്ത് നമ്പൂതിരിയുടെ സന്താനഗോപാലൻ പാനയും തീർന്നതെന്നാണ് കേൾവി. ഭക്തശിരോമണിയായ പൂന്താനത്ത് നമ്പൂരിയെ യോഗ്യനാക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ പലരെയും അബദ്ധരാക്കിയിട്ടുള്ളതായി പല കഥകളുണ്ട്. ഇദ്ദേഹത്തിനെ ഉയർത്തണം ഭഗവാൻ. എന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ ഭക്തി അത്രമാത്രം ഭഗവാൻ ഇഷ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരു ദിവസം നമ്പൂരി സ്തോത്രം ജപിക്കുമ്പോൾ പത്മനാഭോ അമരപ്രഭോ എന്ന് ചൊല്ലി. അത് കേട്ട് വിദ്വാനായ മറ്റൊരു നമ്പൂരിയുണ്ട്, വിഡ്ഢി, മരപ്രഭു അല്ല അമരപ്രഭു ആണോ? പത്മനാഭോ മരപ്രഭു എന്ന് സന്ധി ചേർത്ത് ചൊല്ലുക തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മരപ്രഭു ആരാണ്? ഞാൻ മരപ്രഭുവാണ് എന്നൊരു അശരീരി വാക്ക് ശ്രീലകത്ത് നിന്ന് കേൾക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വിദ്വാൻ നമ്പൂരി അബദ്ധനായി തീർന്നു എന്ന് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ ഓരോരാൾക്കും ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പൻ ഓരോരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോ ഇന്ന് നമുക്ക് നമ്മളുടെ ഇടയിലും ഉണ്ടല്ലോ അത്. വേണ്ടാതെ ഓരോരു ചില വർത്താനം പറഞ്ഞാല് അവിടെ ഒരു കൊട്ട്, അഹങ്കരിച്ചാല് അവിടെ ഒരു കൊട്ട് അവിടെ കൊണ്ടുകൊണ്ട് തരാതിരിക്കുന്നില്ല പൊന്നുണ്ണിക്കണ്ണൻ. പൂന്താനത്ത് നമ്പൂരിക്ക് വിൽപ്പത്തി ഇല്ലായിരുന്നെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പല വിദ്വാൻമാർ ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് കേട്ട് അദ്ദേഹത്തിന് ഭാഗവതം ഏത് ഭാഗം വായിക്കുന്നത് കേട്ടാലും അർത്ഥം പറയാനായി തീർന്നു. അത് മാത്രമല്ല, ഭക്തനായ അദ്ദേഹം ഭക്തിരസത്തോടുകൂടി അർത്ഥം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വളരെ കൗതുകം ഉണ്ടായിത്തീർന്നു. ഒടുക്കം ഭാഗവതം ആര് വായിച്ചാലും അർത്ഥം പറയാൻ പൂന്താനത്ത് നമ്പൂരി വേണമെന്ന് ജനങ്ങൾക്ക് നിർബന്ധമായി തീർന്നു. ആരെങ്കിലും പാരായണം ചെയ്തോട്ട് അർത്ഥം പൂന്താന തിരുമേനി പറയണം എന്നാണ്. അതുകൊണ്ട് വിദ്വാൻമാരായവർക്ക് നമ്പൂരിയോട് കുറേശ്ശെ അസൂയം തോന്നി തുടങ്ങി. എങ്കിലും ആര് വായിച്ചാലും അർത്ഥം പറയുക പൂന്താനത്ത് തിരുമേനി തന്നെയെന്ന് പതിവായി തീർന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭാഗവതം വായന പതിവായിട്ടുണ്ടല്ലോ. ഒരു ദിവസം ഒരു വിദ്വാൻ വായിക്കാനും പൂന്താനത്ത് നമ്പൂരി അർത്ഥം പറയാനും തുടങ്ങി. വായന കേൾക്കാൻ പണ്ഡിതന്മാരും പാമരന്മാരുമായിട്ട് അസംഖ്യം ജനങ്ങൾ അവിടെ വന്നുകൂടി. അന്ന് വായിച്ച ഭാഗം രുക്മിണി സ്വയംവരം കഥയായിരുന്നു. ഉൽപ്പത്തി ഇല്ലാതിരുന്നതിനാൽ നമ്പൂരി അർത്ഥം പറയുന്നത് അദ്ദേഹത്തിന്റെ മനോധർമ്മം പോലെ എന്നല്ലാതെ അദ്ദേഹത്തിന്റെ അതേ മനോധർമ്മത്തിനനുസരിച്ച് അങ്ങ് പറയും, അതിലങ്ങ് ലയിച്ചിട്ട് പറയുന്നതുമാണ്. ഈ ശ്ലോകാർത്ഥം മനസ്സിലായിട്ടൊന്നുമല്ല അദ്ദേഹം പറയുക. അതുകൊണ്ട് രുക്മിണി കൃഷ്ണന്റെ അടുക്കലേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്ന ദിക്കില് നമ്പൂരി രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞു ബ്രാഹ്മണന്റെ കയ്യിൽ ഒരു എഴുത്തും കൊടുത്തയച്ചു എന്ന് അർത്ഥം പറയുകയുണ്ടായി. എഴുത്ത് കൊടുത്തയച്ചു എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലാതായിരുന്നതിനാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന വിദ്വാൻ അവർ നമ്പൂരി പറഞ്ഞു പൂന്താനത്ത് നമ്പൂരിയോട്,
എഴുത്തു കൊടുത്തയച്ചു എന്നുള്ളത് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പൂന്താനം നമ്പൂരിക്ക് മറുപടി പറയാനില്ലല്ലോ. നിവൃത്തിയില്ലാതെ വിഷമിച്ചപ്പോൾ ശ്രീകോവിലകത്ത് നിന്ന് എഴുത്തു കൊടുത്തയച്ചില്ല എന്ന് ഏത് ശ്ലോകത്തിലാന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാം പൂന്താനത്തിന് വേണ്ടി പറയാൻ വാദിക്കാൻ അതിനകത്ത് ഒരാളുണ്ടായിരുന്നു അല്ലേ. ഇന്നും നമുക്ക് വേണ്ടിയിട്ടും ചില കാര്യങ്ങളൊക്കെ വാദിക്കാനും ഭഗവാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കുകയല്ല, നമുക്ക് വേണ്ടി പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഏത് സമയത്തും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് കേട്ടപ്പോൾ പൂന്താനം നമ്പൂതിരി അപ്പൊ ചോദിച്ചു, ആ ബ്രാഹ്മണൻ എൻ്റെ അടുത്ത് വന്ന സമയത്ത് രുക്മിണിയോട് ഒരു എഴുത്തു കൂടി കൊണ്ടുവന്നിരുന്നല്ലോ എന്നൊരു അശരീരി വാക്ക് കേൾക്കപ്പെട്ടു. ഇത് കേട്ടപ്പോൾ ദുശ്ചോദ്യം ചോദിച്ച നമ്പൂരി വളരെ വഷളായി എന്ന് പറയാനില്ലല്ലോ. അപ്പൊ പൂന്താനത്തിന് നല്ല സന്തോഷം ഉണ്ടായി. ശേഷമുള്ളവർ അത്ഭുതപ്പെടുകയും ചെയ്തു. ഭഗവാനല്ലേ എല്ലാം മധ്യസ്ഥം വഹിക്കുന്നത്. ഇപ്രകാരം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പൂന്താനത്ത് നമ്പൂരിയെ കുറിച്ച് എല്ലാവർക്കും വളരെ ബഹുമാനമുണ്ടായി തീർന്നു. ക്ഷേത്രത്തിൽ പതിവായി നമസ്കാര ഭക്ഷണത്തിനിരിക്കുമ്പോൾ വേദജ്ഞന്മാരും വിദ്വാൻമാരുമായ ബ്രാഹ്മണർ എത്ര ഉണ്ടായിരുന്നാലും പൂന്താനം നമ്പൂരിയെ മാന്യസ്ഥാനത്ത് ഒന്നാമനായിട്ട് ഇരുത്തുക പതിവായി. ക്രമേണ ആരും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് മാന്യസ്ഥാനത്ത് ഇരിക്കാമെന്നായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരസ്ഥനും വിദ്വാനും വേദജ്ഞനുമായ ഒരു നമ്പൂരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വന്നു. ഇവര് അഹങ്കാരത്തിന് കണക്കില്ല. സ്വന്തം പത്നിയായ സത്യഭാമേരിയും രുക്മിണിയുടെ അഹങ്കാരം വരെ തീർത്ത ഭഗവാൻ ഈ നമ്പൂരിമാരെ അഹങ്കാരം തീർക്കാനോ പണി? നമ്പൂരിപ്പാടിലെ പൂർണ്ണ ക്ഷേത്രത്തിൽ തന്നെ ആയിരുന്നു. അതിനാൽ ക്ഷേത്രാധികാരിയായ നമ്പൂരി വന്ന് ഭക്ഷണത്തിന് മാന്യസ്ഥാനത്ത് നമ്പൂരിപ്പാടിനെ ഇരുത്തണമെന്ന് നിശ്ചയിച്ചു. പൂന്താനത്ത് നമ്പൂരി ആ സംഗതി അറിയാതെ പതിവ് പോലെ ഊണുകാലമായപ്പോൾ മാന്യസ്ഥാനത്തൊന്നാമനായി പോയിരുന്നു. അപ്പോൾ ക്ഷേത്രാധികാരി പൂന്താനത്ത് നമ്പൂരിയോട്, മഹായോഗ്യനായിരിക്കുന്ന ഒരു ഉത്തമ ബ്രാഹ്മണൻ ഇവിടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇന്നു താൻ ഇവിടെ കടന്നിരുന്നത് ന്യായമായില്ല കേട്ടോ. എന്നാൽ വേഗം എഴുന്നേറ്റ് മാറിയിരിക്കുന്ന് പറഞ്ഞു. എങ്കിലും പല യോഗ്യന്മാർ കൂടി തനിക്ക് സമ്മതിച്ചു തന്നിരുന്ന മാന്യസ്ഥാനം വിട്ടുകൊടുക്കുന്നതിന് മനസ്സ് വരായികയാൽ പൂന്താനത്ത് നമ്പൂരി എണ്ണീറ്റ് മാറിയതൊന്നുമില്ല ഇയാള് പറയുന്നോട്ടിട്ട്. എന്നാൽ ക്ഷേത്രാധികാരി അദ്ദേഹത്തിന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. താൻ വേദാർത്ഥനും വിദ്വാനും അല്ലാഞ്ഞിട്ടാണല്ലോ തന്നെ ഇങ്ങനെ അപമാനിച്ചെന്ന് വിചാരിച്ചിട്ട് പൂന്താനത്തിന് വളരെ വ്യസനമുണ്ടായി. അദ്ദേഹം ഉടനെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും ശ്രീകോവിലകത്തുനിന്ന് വന്നുവല്ലോ വാക്ക്. പൂന്താനം ഇനി ദുഷ്ടന്മാരുടെ അടുക്കൽ താമസിക്കുകയും ഇവിടെ വരികയും വേണ്ട കേട്ടോ. പൂന്താനത്തിന് എന്നെ കാണണമെങ്കിൽ ഞാൻ പൂന്താനത്തിന്റെ ഇല്ലത്ത് വന്നോളാം പോരെ എന്നൊരു അശരീരി വാക്കുണ്ടായി. നമ്പൂതിരി അത് കേട്ട് സന്തോഷിച്ച് അപ്പോൾ തന്നെ തന്റെ ഇല്ലത്തേക്ക് പോവുകയും ചെയ്തു. ആ അമ്പലമാണ് ഞാൻ കണ്ട ഇല്ലത്തിനടുത്തുള്ള കുഞ്ഞമ്പലം. ഇന്നും ഗുരുവായൂരമ്പലത്തിൽ വല്ല പ്രാർത്ഥനയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പൂന്താനത്തിന്റെ ഇല്ലത്ത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. എന്നാ ഇവിടെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ ചെയ്താൽ പോരാതാനത്രേ. അവര് പറഞ്ഞതാണേ. നമ്പൂരി ഇല്ലത്ത് ചെന്നതിന്റെ ശേഷം ഭഗവാൻ വന്ന് കണ്ടല്ലാതെ ഊണ് കഴിക്കില്ല എന്ന് നിശ്ചയിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ ഭക്തവത്സലായ ഭഗവാൻ നമ്പൂതിരിയുടെ ഇല്ലത്ത് എഴുന്നള്ളി. ശിരോമണിയായ നമ്പൂരി ഭക്തവത്സലായ ഭഗവാനെ തന്റെ വാമഭാഗത്ത് പ്രത്യക്ഷമായി കണ്ടു. നമ്പൂതിരി ഉടനെ എഴുന്നേറ്റ് ഭഗവാൻ സാഷ്ടാംഗമായി നമസ്കരിച്ചു വന്ദിച്ചു. അപ്പോൾ ഭഗവാൻ, ഇനി പൂന്താനം എന്നെ ഇവിടെ ഇരുന്ന് സേവിച്ചാൽ മതി കേട്ടോ, എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അരുളിച്ചതിന് ശേഷം മറയുകയും ചെയ്തു. നമ്പൂതിരി ഭഗവാനെ കണ്ടതായ ആ സ്ഥലത്ത് ഒരമ്പലം, ശ്രീകോവിൽ മാത്രം, അത്രേ ഉള്ളൂ. പണിയിച്ചവിടെ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തെ കുടിയിരുത്തി പതിവായി പൂജാ നിവേദ്യാദികൾ കഴിച്ച് സേവിച്ചു കൊണ്ടിരുന്നു. ആ സ്ഥലം നമ്പൂതിരി ഇരുന്നതിന്റെ ഇടതുവശത്തായിരുന്നതിനാൽ ആ അമ്പലത്തിന് ഇടതുപുറത്തമ്പലം എന്ന് പേരിടുകയും ചെയ്തു. ഭാഗവതവും മറ്റും വായിച്ചു കേട്ടിട്ടുണ്ടായ പദപരിചയം കൊണ്ടും ഭഗവത് ഭക്തി കൊണ്ടും ഭഗവത് കാരുണ്യം കൊണ്ടും പൂന്താനത്ത് നമ്പൂതിരി കാലക്രമേണ സംസ്കൃതത്തിലും കവിതയുണ്ടാക്കാൻ ശക്തനായി തീർന്നു. പൂന്താനത്ത് നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രം വിട്ട് ഇല്ലത്ത് സ്ഥിരവാസമാക്കിയതിന് ശേഷം ഭഗവത് കാരുണ്യത്താൽ അദ്ദേഹത്തിന് ദീർഘായുസോടുകൂടിയ പുത്രസന്താനങ്ങൾ ധാരാളം ഉണ്ടായി എന്നാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹം പിന്നെയും വളരെ കാലം അർത്ഥപുത്രമിത്രാദികളോടും ഭഗവാനിൽ നിശ്ചലതയും സുദൃഢമായ ഭക്തിയോടും കൂടി സുഖമാകുമ്പണ്ണം ജീവിച്ചിരിക്കുകയും ചെയ്തു എന്നും അവസാന കാലത്ത് ഭഗവാൻ തന്നെ വിമാനം കൊണ്ടുവന്ന് പൂന്താനത്തിൽ കയറ്റി വൈകുണ്ഠത്തിലേക്ക് പോയി എന്നും പറയപ്പെടുന്നു. ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാന് വേറൊന്നും വേണ്ട എന്നുള്ളതിനൊരു
ഗുണപാഠ കഥയാണിത്. ഈ ഭാഗം ഭഗവാന്റെ തൃപ്പാദപത്മങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.